കുറുക്കൻ പിന്നെ എവിടെ നിൽക്കില്ല, അത് ഓടി ഒളിക്കുന്ന. അതേപോലെ ഈ ശ്രീമദ് ഭാഗവത മന്ത്രപൂരിതമായ ശ്രീമദ് ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അല്ലെ? നമ്മുടെ ഉള്ളിലുള്ളതായ സകല കൽമഷങ്ങളും ഇല്ലാതായിട്ട്, കാമക്രോധാദി ലോഭ മോഹ മത മത്സര്യാദികൾ ഇല്ലാതായിട്ട് അന്തരീക്ഷത്തെ പോലും പരിശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കേട്ടതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? നമ്മളിൽ ഉള്ളതായ കൽമഷങ്ങളെ, ദുഃഖങ്ങളെ അല്ലെ, നമ്മുടെ വിഷമങ്ങളെ എല്ലാം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ദുഃഖങ്ങളെ ഒക്കെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്നാണ് മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു പാദങ്ങളെ നമ്മളൊന്ന് ഹൃദയത്തിൽ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ ദുഃഖം ഗമിഷ്യതി. അപ്പൊ അത്രയധികം പ്രാധാന്യമുള്ളതായ ഭാഗവതം പൊതുവെ കേൾവിക്കാരാണ് കുറവ് അല്ലെ? ഇനി ഓരോ ഭാഗത്തിലും നമുക്ക് കേൾക്കാം. ഈ ഒരു ഭാഗം ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ ഇന്ന ഫലം, അതിന്റെ ഫലശ്രുതിയിൽ കാണാം നമുക്ക്. പൊതുവെ ഭാഗവതത്തിന് കേൾവിക്കാരാണ് കുറവ് അല്ലെ? പാരായണവും പ്രഭാഷണമൊക്കെ 2ഉം 3ഉം സ്ഥാനമൊക്കെയാണ്. ഓരോ ഭാഗത്തിലും കാണാം ഈ കഥാഭാഗം ഇന്ന രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി കേട്ടുകഴിഞ്ഞാൽ ഇന്നതാണ് ഫലം. അവിടെയാണ് എന്താ? ശ്രദ്ധയോടുകൂടി കേട്ടുകഴിഞ്ഞാൽ അല്ലെ? ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഭാഗവതം കേൾക്കേണ്ടത്. പൊതുവെ ഈ ഭാഗവതം കേൾക്കാൻ ആൾക്കാർ കുറവാണ്. ഇത്ര പേരുണ്ടായാലേ ഭാഗവതം പറഞ്ഞുകൂടും, അങ്ങനെ ഉണ്ടോ? ഇല്ല. ഉള്ള ആൾക്കാർ ശ്രദ്ധയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഭാഗവതം കേൾക്കാൻ പറ്റും, പറയാൻ പറ്റും. മുമ്പ് ഒരു ക്ഷേത്ര ഭാരവാഹികള് ഭാഗവത സപ്താഹയജ്ഞത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയി ആചാര്യന്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യം ഇവിടെ പറയില്ല, അത് വേറൊരു സ്ഥലം. അങ്ങനെയാണ് പൊതുവെ. ഇവിടുത്തെ ആൾക്കാരല്ല, ഇവിടെ അല്ല, ഈ ബോംബെയിലുള്ള നല്ല ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഈ ഒരു കമ്മിറ്റിക്കാര്. അപ്പോ ക്ഷണിക്കാൻ വേണ്ടി പോയി. അപ്പൊ ആചാര്യൻ എന്നോട് പറഞ്ഞു, സപ്താഹയജ്ഞത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അത് ലിസ്റ്റ് തരണം അല്ലെ, സാധനങ്ങള് എന്തൊക്കെയാ വേണ്ടത്. അപ്പൊ ആചാര്യൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് ലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ, നിങ്ങൾ കുറെ വർഷമായില്ലേ സപ്താഹം നടത്തുന്ന, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സാധനങ്ങൾ എന്തൊക്കെയാണോ അവിടെ തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് പ്രകാരം അവര് ഗംഭീരായിട്ട് ഇതേപോലെ പന്തലൊക്കെ ഇട്ട് എല്ലാ സംവിധാനങ്ങളും എല്ലാം ഒരുക്കി ആചാര്യന്മാര് സപ്താഹയജ്ഞ മാഹാത്മ്യത്തിന് പോയി ഗംഭീരായ സ്വീകരണം, നിലവിലെ ഗോളത്തി ഉദ്ഘാടനം അതൊക്കെ കഴിഞ്ഞ് യജ്ഞവേദിയിലിരുന്നു. അപ്പൊ ആചാര്യനോട് പറഞ്ഞു, അവനെ തുടങ്ങിക്കോളൂ പ്രഭാഷണം, മഹാത്മ്യ പ്രഭാഷണം. അപ്പൊ ആചാര്യൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒഴിഞ്ഞ കസേര നോക്കിയിട്ട് എനിക്ക് പറഞ്ഞിട്ട് വലിയ ശീലമില്ല, അപ്പൊ ആരെങ്കിലും ഒരു 1-2 പേരുണ്ടെങ്കിൽ. അപ്പോഴാണ് കമ്മിറ്റിക്കാര് പറഞ്ഞത്, നിങ്ങളോടല്ലേ പറഞ്ഞത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ലിസ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ അല്ലെ? ഒരു 100 പേര് എങ്കിലും എനിക്ക് വേണം, എന്നാലേ എനിക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് മാഹാത്മ്യത്തിന് 100 പേരെ 100 കസേര ഇട്ടിട്ട് റെഡിയാക്കാമായിരുന്നു. അപ്പൊ ഇതേപോലെയാണ് ഇന്നത്തെ ഈ കലികാലത്ത് സപ്താഹ യജ്ഞത്തിന് പോയി കഴിഞ്ഞാൽ. അപ്പോ ഇത്രയാള് വേണമെന്നൊന്നുമില്ല, ഉള്ള ആൾക്കാരെ ശ്രദ്ധയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഭാഗവതം നന്നായിട്ട് പറയാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേൾക്കേണ്ടത്? നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഇവിടെ ഉണ്ടാവണം. ഇപ്പോ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം ഇവിടെയുണ്ട്, മനസ്സ് ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലെ? ഓരോരുത്തരുടെ മനസ്സിപ്പോ എവിടെയുള്ളത്? അവിടെ ലോകമാന്യ തിലകില് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അല്ല വീട്ടില് സീരിയല് കാണണ്ട അല്ലെങ്കിൽ TV അതിപ്പോ പോയില്ലേ, ഇങ്ങനെ മനസ്സിങ്ങനെ കറങ്ങി നടക്കുന്ന മനസ്സിനെയും കൂടി ഇവിടത്തേക്ക് കൊണ്ടുവന്ന് ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കേട്ടതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലെ? നമുക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ മനസ്സും ശരീരവും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇവിടുത്തെ കേട്ടിട്ട് ഈ ഗ്രൗണ്ട് അപ്പുറത്തേക്ക് കഴിയുമ്പോഴത്തേക്ക്
പിന്നെയും ശങ്കരൻ തെങ്ങിന്റെ മുകളിൽ തന്നെ എന്ന് പറയുന്നത് പോലെ പഴയ സ്ഥിതിയിലേക്ക് ആയിട്ട് തീരും. അപ്പോ ശ്രദ്ധയാണ് വേണ്ടത് ഭാഗവതം കേൾക്കാൻ. ഏതായാലും നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. ഭീഷ്മസ്തുതി. എന്താ ഭീഷ്മസ്തുതി? മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിന് മുമ്പേ വന്നു ഹസ്തിനപുരത്തിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരുങ്ങിയപ്പോഴാണ് കുന്തി മാതാവ് പോയിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിന് തീരെ സമാധാനമില്ല കൃഷ്ണ. അങ്ങനെയുള്ള കുന്തി മാതാവ് അതിഭംഗിയായിട്ട് ഭഗവാനെ സ്തുതിച്ച് ആ കുന്തി മാതാവിന് മനസ്സമാധാനത്തെ കൊടുത്ത് അവിടുന്ന് തിരിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഭാവിച്ചപ്പോഴാണ് അടുത്ത ആളുടെ വരവ്. ധർമ്മപുത്ര മഹാരാജാവ്. ധർമ്മപുത്ര മഹാരാജാവ് വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിന് തീരെ സമാധാനമില്ല. അല്ലെ, നമ്മുടെയൊക്കെ സ്ഥിതി അതന്നെയാണ്. മനസ്സിന് തീരെ സമാധാനമില്ലാത്ത ആൾക്കാരാണ് ഈ കലിയുഗത്തിലുള്ള നമ്മളൊക്കെ. ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാവം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു. ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്തു. എന്നിട്ടിപ്പോ ജീവിതം നന്നായിട്ട് തീർന്നോ? ഇല്ല. ആദ്യം നമ്മുടെ ജീവിതം നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ നേരെയാക്കി. അല്ലെ, എന്തൊക്കെയാ നേരെയാക്കിയത്? ചുറ്റുപാടുകള് അല്ലെ, പണ്ടൊക്കെ ഈ കിണറിൽ നിന്ന് വെള്ളം കോരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അല്ലെ, ഇപ്പൊ കിണർ എന്ന് പറഞ്ഞ സാധനം തന്നെ കാണാനില്ല. അല്ലെ, അപ്പൊ ഈ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന സമ്പ്രദായം അത് മാറിയിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ടാങ്കിൽ വന്ന് നിറയും. ഓരോ ജോലികളും സാധനങ്ങൾ അല്ലെ, ധാന്യങ്ങൾ പൊടിക്കാൻ യന്ത്രങ്ങളായി. എന്തിനാ? നമ്മുടെ ജീവിതം നേരെയാക്കി. സമയമില്ല ഈ കലിയുഗത്തില്, തീരെ സമയം കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങൾ കീഴടക്കി. ധാന്യങ്ങൾ പൊടിക്കാൻ പിന്നെ നടത്തില്ല, അതിന് വാഹനങ്ങളായി. എന്തിനാ? ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. എന്തിനധികം പറയുന്നു, നാമം ജപിക്കാൻ കൂടി ഇപ്പോ യന്ത്രങ്ങൾ വന്നിട്ടുള്ളത്. അല്ലെ, അതങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹരേ രാമ ഹരേ, ഏത് നാമം വേണമെങ്കിലും അതങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ജപിച്ചോളും. ഇപ്പൊ എല്ലാം യന്ത്രങ്ങള്. എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഭക്ഷണം എടുത്ത് വായിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങള്, അതും ഇപ്പൊ എടുത്തു വരുന്നാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ സകലതും യന്ത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ചുറ്റുപാടുകള്, സാഹചര്യങ്ങൾ നേരെയാക്കി. എന്നിട്ട് ഇപ്പൊ ജീവിതം നേരെയായോ? ഇല്ല. സാഹചര്യങ്ങള് അല്ലെ, ചുറ്റുപാടുകൾ നേരെയാക്കിയത് കൊണ്ട് ജീവിതം നന്നായിട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് എന്തായി? നമ്മൾ ഒരു പണിയും എടുക്കാതെ കണ്ട് എല്ലാ യന്ത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് എന്തായിട്ട് തീർന്നു? ചെറുപ്പത്തില് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്. അല്ലെ, ചുരുക്കപ്പേരെന്താണ്? PSC. അല്ലെ, PSC കിട്ടിയോ എന്ന് ചോദിച്ചു ഇതിനിടയിൽ പ്രായമായ ഒരാളോട്. PSC കിട്ടിയോ? PSC വന്നു. അപ്പോഴയാൾക്ക് മനസ്സിലായില്ല. അപ്പോഴാ പറഞ്ഞത് പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള്. അപ്പൊ ഇതാണ് ഈ ചുറ്റുപാടുകൾ നേരെയാക്കിയത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നേരെയായിട്ട് തീരുകയല്ല ചെയ്തത്. മനസ്സിന് തീരെ സമാധാനമില്ലാത്ത ഒരു രോഗങ്ങൾ വന്ന് അതിന് അടിമപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ മനസ്സമാധാനം എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ ആർക്കും ഉണ്ടാകുന്നില്ല. മനഃശുദ്ധി ന വിദ്യതേ. അങ്ങനെയുള്ള മനസ്സമാധാനം കിട്ടാൻ ഏകമായ ഒരു പോംവഴി എന്താണ്? ഭഗവത് കഥകൾ കേൾക്കുക, ഭാഗവത ശ്രവണം, സത്സംഗം. ഇതൊക്കെ കൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലെ, ഈ മനസ്സമാധാനം എങ്ങനെയാണ് കിട്ടുക? അതിപ്പോ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോ നമ്മുടെ ഫ്ലാറ്റില് AC ഉണ്ട്, കൂളറുണ്ട്, ഫാനുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, കിടക്കയുണ്ട്, കട്ടിലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. എന്നിട്ടും രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഉറക്കം വരാതെ കണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറക്കം വരാത്ത സ്ഥിതിയാണ് ഇപ്പോ സകല ആൾക്കാർക്കും. എന്താ ഉറക്കം? ചില ആൾക്കാർ പറയുന്നത് ഈയിടെയായിട്ട് മനസ്സിന് തീരെ സമാധാനം ഇല്ല, അതുകൊണ്ട് ഉറക്കം തീരെ ഇല്ല. ഉറക്കം തീരെയില്ലാത്ത എന്തുകൊണ്ടാണ്? മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ മനസ്സമാധാനം
ഇല്ലാത്തത് കൊണ്ടാണ് ഉറക്കം വരാത്തത്. ഇവിടുന്ന് അവിടുന്ന് അങ്ങനെ മനസമാധാനം ഇല്ലാത്ത, ഉറക്കമില്ലാത്ത ഒരാള് എന്ത് ചെയ്യാം? ഇതേപോലെ സത്സംഗത്തിന്, ഭാഗവതത്തിന് വന്നിരിക്കുക, ഭാഗവതം കേൾക്കാൻ, ഭഗവത് കഥകൾ കേൾക്കാൻ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ സദസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? ഇവിടുന്ന് ഉറക്കം വരുന്നു എന്നുണ്ടെങ്കിൽ അവിടുന്ന് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഉറക്കം വരാത്ത ആൾക്ക് ഇവിടെ വന്നിട്ട് ഉറക്കം കിട്ടുന്ന എന്താ? അവിടുന്ന് ഉറക്കം കിട്ടാത്തത് മനസമാധാനം ഇല്ലാത്തതുകൊണ്ട്. ഇവിടുന്ന് കുറച്ചു സമയം ഭാഗവതം, ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഉറക്കം വന്നു എന്നുണ്ടെങ്കിൽ മനസമാധാനം കിട്ടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ. അപ്പൊ ഇതുകൊണ്ട് മാത്രമേ എന്ത് കിട്ടുള്ളൂ? മനസ്സമാധാനം. കലിയുഗത്തില് മനസ്സമാധാനം കിട്ടാനുള്ള ഏകമായ ഒരു പോംവഴി ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇതുകൊണ്ട് മാത്രമേ മനഃശുദ്ധി ന വിദ്യതേ. ഏതായാലും ധർമ്മപുത്ര മഹാരാജാവിന്റെ അവസ്ഥ ഇതാണ്, മനസ്സമാധാനം ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഹേ ധർമ്മപുത്രരെ, അങ്ങ് ഇത് പറയരുത്. കാരണം മഹാഭാരത യുദ്ധം ചെയ്ത് സകല ആൾക്കാരെയും കീഴ്പ്പെടുത്തിയിട്ട് ഈ വലിയ രാജ്യം മുഴുവൻ നേടിയിട്ട് ആ സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ട് ധർമ്മപുത്ര മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്ത അങ്ങയ്ക്ക് മനസ്സിന് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ കുഴപ്പം? അപ്പോ ധർമ്മപുത്ര മഹാരാജാവ് പറഞ്ഞു, എന്റെ പേരെന്താണ്? ധർമ്മപുത്രൻ എന്നാണ്. ധർമ്മം മാത്രം പ്രവർത്തിക്കുന്ന ആള് എന്നാണ് അർത്ഥം. ഇപ്പോ ഞാൻ ചെയ്തതൊക്കെ അധർമ്മമാണ്. എന്റെ ഈ ലെറ്റർ പേഡ് ധർമ്മപുത്രൻ എന്നുള്ളത് അധർമ്മപുത്രൻ എന്ന് ഒന്ന് ആക്കി തന്നെ കൊള്ളാന്ന് പറഞ്ഞു. കാരണം മഹാഭാരത യുദ്ധത്തിൽ എത്രയോ 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 ആൾക്കാരെ വധിച്ചു, ഇല്ലാതാക്കി. അവരുടെ ആ മരിച്ചതായ, മഹാഭാരത യുദ്ധത്തിൽ മരിച്ചതായ അനേകം ആൾക്കാരുടെ ഭാര്യമാര് അവരൊക്കെ വിധവകളായിട്ട് തീർന്നിട്ടുണ്ട്. അവരുടെ പുത്രന്മാര് ഒക്കെ തന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോ അമ്മ പറയില്ലേ, ആ ധർമ്മപുത്ര മഹാരാജാവ് എന്ന് പറയുന്ന അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മഹാഭാരത യുദ്ധത്തില് അനേകം ആൾക്കാര് ഇല്ലാതായിട്ട് തീർന്ന, അതിൽ നിന്റെ അച്ഛനും പെട്ടു എന്ന് പറയുമ്പോ അങ്ങനെയുള്ള അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതായ ധർമ്മപുത്ര മഹാരാജാവ് നന്നാകണം എന്നാണോ പറയല്ല? എന്താ ഓരോ വിധവകളായ സ്ത്രീകളും ആ മരിച്ചുപോയ ആൾക്കാരുടെ പുത്രന്മാരൊക്കെ എന്താണ് പറയാ? അത് ഓർത്തിട്ട് എനിക്ക് മനസമാധാനം ഇല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് യാഗം ചെയ്യാത്തത് കൊണ്ടാണ് കുഴപ്പം. അതുകൊണ്ട് ഉടനെ ഒരു അശ്വമേധ യാഗം ചെയ്താൽ നിനക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. അപ്പൊ ധർമ്മപുത്ര മഹാരാജാവ് പറഞ്ഞു, വേണ്ട, യാഗം വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോ അശ്വമേധ യാഗം എന്ന് പറഞ്ഞാൽ കുറെ കുതിരകളുടെ കഴുത്ത് ഞെരിച്ചു പിഴിച്ചിട്ട്, അല്ലെ, കുതിരകളെ കൊന്നിട്ട് ഇനിയിപ്പോ ഒരു യാഗം കഴിച്ചാൽ, ഇപ്പൊ കുറെ ആൾക്കാരെ വധിച്ചിട്ട് കൊന്നിട്ടാണ് ഇപ്പോ എനിക്ക് മനസമാധാനം ഇല്ലാത്തത് മഹാഭാരത യുദ്ധത്തില്. ഇനിയിപ്പോ വീണ്ടും ഒരു അശ്വമേധ യാഗം എന്ന് പറഞ്ഞാൽ കുറെ കുതിരകളെ കൂടി കൊന്നു കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഏതുപോലെ യഥാ പങ്കേന പങ്കാംഭ സുരയാമ സുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം ന യജ്ഞർമാഷ്ടുമർഹതി. യഥാ പങ്കേന പങ്കാംഭ, ഒരു മുട്ടോളം ചെളിയില് ചവിട്ടിയിട്ടുള്ളതായ, ചെളി പറ്റിപ്പിടിച്ചിട്ടുള്ളതായ ഒരുവൻ വീണ്ടും ചെളിയിൽ പോയി പതിച്ചു കഴിഞ്ഞാൽ ചെളി വീണ്ടും കാലിൽ പറ്റുകയാണ് ചെയ്യുക, അല്ലാതെ കഴുകിക്കളയാണ് വേണ്ടത്. ഇതേപോലെ സുരയാവാ സുരാകൃതം, 2 കുപ്പി മദ്യം സേവിച്ചിട്ടുള്ളതായ ഒരാൾ റോഡ് അളന്നിട്ട് അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ അയാളുടെ മദ്യലഹരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 1 കുപ്പി കൂടി കുടിപ്പിച്ചു കഴിഞ്ഞാലോ വീണ്ടും, അല്ലെ, ആ മദ്യലഹരി ഇല്ലാതായിട്ട് തീരല്ല. ഇതേപോലെ അല്ലേ ഭഗവാന് അനേകം ആൾക്കാരെ കൊന്നിട്ട് മനസമാധാനം ഇല്ലാത്തതായ എനിക്ക് വീണ്ടും അശ്വമേധ യാഗം എന്ന് പറഞ്ഞിട്ട് കുറെ കുതിരകളെ കൂടി കൊന്നു കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനം ഉണ്ടാവും. അതുകൊണ്ട് യാഗം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ തീരുമാനിച്ചത്, ഇവനോടിപ്പോ ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇവന് മനസ്സിലാവില്ല. കാരണം ഇവനിപ്പോ എന്നെ ഒരു ബന്ധുവായിട്ടാണ് കാണുന്നത്. ആരെ? ധർമ്മപുത്ര മഹാരാജാവ്. അമ്മാവന്റെ മകനായിട്ടാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന എന്നെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിപ്പോ പറഞ്ഞാലും ഇവന് തലയിൽ കയറില്ല. അതുകൊണ്ട് ഇവന് മനസ്സമാധാനത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പാകത്തില്, പറഞ്ഞു ഉപദേശിക്കാൻ പാകത്തില്, പറഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തില് ഒരാളുണ്ട്. ആരാത്? ഭീഷ്മ പിതാമഹര്. ആ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് സകല പാണ്ഡവന്മാരെയും കൂട്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധക്കളത്തില്
ഉള്ളതായ ഭീഷ്മ പിതാമഹൻ. എങ്ങനെ യുദ്ധകളത്തിലെ ഭീഷ്മ പിതാമഹര് ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മ പിതാമഹൻ. എന്താ ഈ ശരശയ്യ എന്ന് പറഞ്ഞാൽ? ശരം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? ശരത്തിന്റെ ഒരു കിടക്ക, ശയ്യ എന്ന് പറഞ്ഞ കിടക്ക, ശരത്തിന്റെ ഒരു കിടക്ക ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണോ? അല്ല. മഹാഭാരത യുദ്ധത്തില് അനേകം ആൾക്കാരോട് യുദ്ധം ചെയ്ത് അവരുടെയൊക്കെ ശരങ്ങൾ തന്റെ ശരീരത്തിൽ ഇങ്ങനെ തുളച്ച് കയറിയിട്ട് ഇനി യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് പിറകിലോട്ട് മലർന്നടിച്ചിട്ട് അങ്ങനെ കിടക്കുന്നതായ അവസ്ഥയാണ് ശരശയ്യ. വേദന ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? നമുക്കിപ്പോ ചെറിയൊരു കൊതുക് കടിച്ചാൽ തന്നെ വേദന ഉണ്ടാവും. ശരം എതിർഭാഗത്ത് നിന്ന് വരുന്നതായ ആൾക്കാരുടെ യുദ്ധത്തില് ആ ശരം തന്റെ ശരീരത്തിൽ തുളച്ചു കയറി രക്തം വാർന്നൊലിച്ചിട്ട് അങ്ങനെ അനേകം ശരങ്ങൾ ശരീരത്തില് തുളച്ചു കയറിയിട്ടുള്ളത്. എത്ര വേദന ഉണ്ടാവും? ഉണ്ടാവും. അങ്ങനെ ശരശയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹന്റെ അടുത്തേക്ക് ധർമ്മപുത്ര മഹാരാജാവ് മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് മനസ്സമാധാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓർമ്മിക്കാം നമ്മള്, ധർമ്മപുത്ര മഹാരാജാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ശാരീരികമായിട്ട് യാതൊരു കുഴപ്പമില്ല അല്ലെ? ശരീരത്തിന് നല്ല പുഷ്ടിയുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റും, 50 കിലോ അരിയുടെ ചാക്ക് കെട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നടക്കാൻ പറ്റും, യുദ്ധം ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ മാനസികമായിട്ട് തളർന്നു പോയി. ശാരീരികമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാത്തതായ ധർമ്മപുത്ര മഹാരാജാവ്, മാനസികമായിട്ട് തളർന്നതായ ധർമ്മപുത്ര മഹാരാജാവിനെ ആരുടെ അടുത്തേക്കാ കൊണ്ടുപോകുന്നത്? യുദ്ധകളത്തിലെ ശരശയിൽ കിടക്കുന്നതായ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ശാരീരികമായിട്ട് യാതൊരു കഴിവുമില്ല, ശാരീരികമായിട്ട് തളർന്ന് അല്ലെ? ആ ശരശയിൽ കിടക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ മാനസികമായിട്ട് തളരാത്തതായ, ശാരീരികമായിട്ട് തളർന്നിട്ടും മാനസികമായിട്ട് തളരാത്തതായ ധർമ്മപുത്ര ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്, മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ? നമ്മളും ചിലപ്പോ ശാരീരികമായിട്ട് പല രോഗങ്ങൾക്കും അടിമപ്പെട്ടിട്ട് തളർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നാലും മാനസികമായിട്ട് തളരാത്തതായ ഒരു അവസ്ഥ നമ്മൾ നേടിയെടുക്കണം. എപ്പോഴ്? ജീവിതത്തിൽ കഴിവുള്ളതായ സമയത്ത്, രക്തത്തിളപ്പുള്ളതായ ആരോഗ്യമുള്ളതായ സമയത്ത് അത് നമ്മൾ നേടിയെടുക്കണം അല്ലെ? അതുകൊണ്ടാണ് ഭാഗവതമൊക്കെ എപ്പോഴാണ് കേൾക്കേണ്ടത്? റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒരു 60-70 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കതിനെ പൊട്ടുന്ന കേട്ട് കഴിഞ്ഞാൽ എന്താ അവിടുന്ന് ഒരു പുക പോകുന്നത് അല്ലെ? ഈ കാത് കൊണ്ട് സൗണ്ട് ബോക്സിന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയായിട്ടാണോ കേൾക്കേണ്ടത് ഭാഗവതം? അല്ല. കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരും, ചെറുപ്പത്തിലെ തുടങ്ങണം ഭാഗവതം കേൾക്കാൻ. ഭഗവത് കഥകള്, ഭഗവത് ഉപാസന ഒക്കെ ചെറിയ പ്രായത്തിലേ തുടങ്ങണം. അതങ്ങനെ ജീവിതത്തിൽ കൊണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ഉപാസന ഭാവത്തിൽ അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒടുവിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അല്ലാതെ അവസാന കാലത്ത് കേൾക്കണ്ടെന്നല്ല. അവസാന കാലം എപ്പോഴാണെന്ന് അറിയോ നമുക്ക്? എപ്പോഴാ അവസാനം? ഇനിയിപ്പോ ഇവിടുന്ന് പോകുമ്പോ 4:50 ചിലപ്പോ കുഴഞ്ഞു വീണ് മരിക്കുകയാണോ ചെയ്യാം അല്ലെ? ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതായ ഒന്നാണ് ജീവിതം. മാർക്കറ്റിൽ നിന്ന് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കും, അതിനൊക്കെ 5 വർഷ ഗ്യാരണ്ടി, 10 വർഷ ഗ്യാരണ്ടി ഒക്കെ തരും അവര് അല്ലെ? പക്ഷെ ഈ മനുഷ്യ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എപ്പോഴാണ് ഈ കാറ്റ് പുറത്തേക്ക് പോവാന്നറിയില്ല. അപ്പോ കഴിവുള്ള സമയത്ത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ളതായ സമയത്ത്, കാതിനും കണ്ണിനും അല്ലെ ശരീരത്തിനൊക്കെ ശക്തിയുള്ള കഴിവുള്ള ആ ഒരു സമയത്ത് നമ്മൾ പുണ്യം നേടിയെടുക്കണം. ഭഗവത് കഥകൾ കേട്ട് ഭഗവാനെ ആശ്രയിച്ചിട്ട് പുണ്യം നേടിയെടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇവിടെ സകല പാണ്ഡവന്മാരെയും കൂട്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടത്തേക്കാ പോയത്? ഭീഷ്മ പിതാമഹര് എവിടെയുള്ളത്? അയാള് യുദ്ധകളത്തില്. അവിടത്തേക്ക് പോയി ദൂരത്ത് തന്നെ കണ്ടു ഭീഷ്മ പിതാമഹർക്ക് ശ്രീകൃഷ്ണനെ കണ്ടപ്പോ, ദൂരത്ത് തന്നെ കണ്ടപ്പോ എഴുന്നേറ്റ് പോയി കാല് കഴുകിച്ച് പൂജിച്ച് സൽക്കരിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഇരുത്തണം എന്നൊക്കെ മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല, ശരീരം കൊണ്ട് തളർന്നിട്ടാണുള്ളത്.
പക്ഷെ മാനസികമായിട്ട് തളർന്നിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഹൃദിസ്ഥം പൂജയാമാസ മായയോ പാത്ത വിഗ്രഹം. ഹൃദയം കൊണ്ട് പൂജിച്ചു. എങ്ങനെയാ ഹൃദയം കൊണ്ട് പൂജിക്കുക? ആ കിടന്ന കിടപ്പിൽ തന്നെ അവിടുന്ന് മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ച്, ഭഗവാനെ കാല് കഴുകിച്ച് പൂജിച്ച്, ആ കഴുത്തിലൊരു മാലയൊക്കെ അണിയിച്ച് ഭഗവാനെ അങ്ങനെ സൽക്കരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു സിംഹാസനത്തിൽ പിടിച്ചിരുത്തി അങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാനെ പൂജിച്ചു, ഹൃദയം കൊണ്ട് പൂജിച്ചു ഭഗവാനെ. ഭാഗവതം നമുക്ക് പറഞ്ഞു തരാണ്, പൂജകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പൂജയാണ് മാനസ പൂജ. അതിനൊരു ചെലവുമില്ല. ചെലവില്ല എന്നല്ല, അതിന് അധ്വാനമുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് യാതൊരു ആവശ്യവുമില്ല ഈ മാനസികമായ പൂജയ്ക്ക്. മറ്റുള്ള പൂജയൊക്കെ കഴിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം, മറ്റു പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ മാനസികമായ പൂജയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് യാതൊരു ചെലവ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലിയുഗത്തില് അവനവന് വേണ്ടിയിട്ട് അവനവനൊന്നും ചെയ്യാത്ത ഒരു യുഗമാണ് ഈ കലിയുഗം. ഒരു കാലഘട്ടമാണിത്. നമുക്ക് വേണ്ടിയിട്ട് സപ്താഹയജ്ഞത്തിന് ഒരു ദിവസത്തെ അന്നദാനം, ഒരു ദിവസത്തെ പൂജ വേണമെങ്കിൽ എന്താ വക? അവിടെ വന്ന് ഇരിക്കാനോ അത് കേൾക്കാനോ നമുക്ക് സമയമില്ല. അതിന്റെ ഫലം പാഴ്സലായിട്ട് അങ്ങോട്ട് അയച്ചാൽ മതി എന്നാണ് നമ്മുടെ ഭാവം. അപ്പോ അവനവന് വേണ്ടിയിട്ട് അവനവനൊന്നും ചെയ്യാത്ത ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം. അപ്പൊ അവനവന് ഒരു ചെലവില്ലാതെ കണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയാണ് മാനസപൂജ. എന്താ മാനസപൂജ? നമുക്കിപ്പോ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് പൂജിക്കാൻ പറ്റുമോ? ഇവിടെ യജ്ഞവേദിയിൽ എല്ലാവർക്കും കയറിയിട്ട് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? കുറച്ചു സമയം ഏകാന്തമായ ഒരു സ്ഥലത്ത് അവനവന്റെ ഗൃഹത്തിലായാലും ഈ ക്ഷേത്രങ്ങളിൽ പോയാലും ഇരുന്ന് എന്ത് ചെയ്യാ? നട്ടെല്ല് നിവർത്തി. ഇനി നട്ടെല്ലുണ്ടോ എടുത്തിട്ടുണ്ടോ എല്ലാരും? ഇനിയിപ്പോ അതാ ബുദ്ധിമുട്ട്. ഏതായാലും നട്ടെല്ലൊക്കെ നിവർത്തി, കണ്ണ് മുഴുവനായിട്ട് അടക്കരുത്, അടച്ചാൽ ഉറക്കം വരും അല്ലേ? അപ്പൊ അങ്ങനെ കണ്ണടച്ച് നമ്മുടെ ഹൃദയത്തില് ഭഗവാന്റെ രൂപത്തെ തെളിഞ്ഞു കണ്ട് ആ ഭഗവാന് അഭിഷേകാദികൾ ചെയ്ത് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് നിവേദ്യാദികൾ ചെയ്ത് ആ ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ച് പുഷ്പങ്ങൾ അഷ്ടോത്തരശതം സഹസ്രനാമം ഇതൊക്കെ ചൊല്ലി അർച്ചന ചെയ്ത് അത് പ്രസാദമായിട്ട് സ്വീകരിക്കും. ഇതാണ് മാനസപൂജ. ഉപായത്തില് ഇങ്ങനെ ഏതൊരുവനും ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പൂജ എന്ന് ഭീഷ്മ പിതാമഹന്റെ ആ ഒരു പൂജയിൽ കൂടിയിട്ട് നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു. ഏതായാലും ഹൃദയം കൊണ്ട് പൂജിച്ച് ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ പാണ്ഡവന്മാരും ഈ ഭീഷ്മപിതാമഹരെ ശരശയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹന്റെ ചുറ്റും വന്ന് അവിടെ ഇരുന്നു. ഭീഷ്മപിതാമഹര് ചോദിച്ചു, ഹേ പാണ്ഡവന്മാരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? പാണ്ഡവന്മാരോട് പറഞ്ഞു, ശരിയാണ്. നമ്മളോടും ചില ആൾക്കാർ ചോദിക്കും അല്ലേ, നിങ്ങളിപ്പോ ദിവസേന അമ്പലത്തിൽ നിർമാല്യം തൊഴാൻ പോകാറുണ്ട്, ഭാഗവതം വായിക്കാറുണ്ട്, ഭാഗവതം കേൾക്കാറുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വന്നില്ലേ എന്ന് ചില ആൾക്കാര്. നിങ്ങൾക്കിത് വരാൻ പാടില്ലാത്തതാണ്, എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ വന്നില്ലേ എന്ന് ചില ആൾക്കാർ നമ്മളോട് ഈ വ്രണത്തില് കുത്തി നോവിക്കുന്നത് പോലെ ചോദിക്കും. എന്നാൽ ആ ഒരു ഭാവത്തിലാണോ ഇവിടെ ധർമ്മപുത്ര മഹാരാജാവിനോട് പാണ്ഡവന്മാരോട് ഭീഷ്മപിതാമഹൻ ചോദിച്ചത്? അല്ല. സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങൾ ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിച്ചുവല്ലോ ജീവിതത്തില്. നമ്മുടെ അവസ്ഥ ഏതാണ്? ഇതുവരെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കരുതുന്നത് എന്താണ്? സുഖമാണെന്നാണ്. വലിയൊരു ദുഃഖം വന്നിട്ട് ചെറിയ ദുഃഖം വരുമ്പോൾ അത് സുഖമാണെന്ന് തോന്നുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെ ജീവിതത്തില് ദുഃഖം മാത്രം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ അനുഭവിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ. കാരണം എന്താണ്? സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാൻ കഴിവുള്ളതായ ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ദുഃഖം അനുഭവിച്ചുവല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ പാണ്ഡവന്മാര് പറഞ്ഞു, അത് തന്നെയാണ് ശരി. എന്നാൽ സർവം കാലകൃതം മന്യേ ഭവതാം ജയത പ്രിയം. പാണ്ഡവന്മാരെ, ഇതൊക്കെ കാലത്തിന്റെ കളിയാണ്. ഓരോരുത്തരും ജീവിതത്തിൽ ഇന്നത് അനുഭവിക്കണം എന്ന് നമ്മൾ അവിടുന്ന് പുറപ്പെടുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അനുഭവിക്കാതെ കണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല.
അല്ലെ? അതിപ്പോ എന്താണ് തലയിൽ എഴുതി വെച്ചതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പല ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാകുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നാം, എന്നാ പിന്നെ നമുക്ക് ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ? ഏതായാലും അനുഭവിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഭഗവാനെ ഭജിച്ചില്ലെങ്കിലും ഭജിച്ചാലും നമ്മൾ ദുഃഖങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള് അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാനെ ഭജിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല. കാരണം വലിയ ഒരു ദുഃഖം ചെറിയൊരു ദുഃഖമായിട്ട് തീരാം. മല പോലെ വരേണ്ടത് അല്ലെ മഞ്ഞ് പോലെ വന്നു എന്നൊക്കെ കേൾക്കാം. നമുക്ക് പാമ്പ് കടിക്കേണ്ടത് ചിലപ്പോ ചിലൊരു മുള്ളു തറച്ചിട്ട് പോയി എന്നൊക്കെ കേൾക്കാം. വലിയ ദുഃഖത്തെ അത് അനുഭവിക്കാതെ കണ്ട് പറ്റില്ല. പക്ഷെ ആ അനുഭവത്തിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദുഃഖത്തിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തുകൊണ്ട്? ഭഗവത് ഭജനം കൊണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏതായാലും അങ്ങനെയുള്ള പാണ്ഡവന്മാർക്ക് ഈ ധർമ്മപുത്ര മഹാരാജാവിന് മനസ്സമാധാനം ഇല്ലാത്ത സമയത്താണ് കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹന് അദ്ദേഹം ശരശയിൽ ഇങ്ങനെ കിടക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? സ്വച്ഛന്ത മൃത്യു എന്നുള്ളതായ ഒരു വരം അദ്ദേഹത്തിനുണ്ട്. ആർക്ക്? ഭീഷ്മ പിതാമഹന്. തന്റെ പിതാവായ ശന്തനു മഹാരാജാവിൽ നിന്ന് കിട്ടിയതായ വരമാണ് സ്വച്ഛന്ത മൃത്യു. എപ്പോഴാണോ മരിക്കണം എന്ന് തോന്നുന്നത് ആ സമയത്ത് മാത്രം മരിക്കാൻ ഉള്ള കഴിവ്. നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും അങ്ങനെ മരിക്കണം എന്ന്. നമുക്ക് മരിക്കണം തോന്നുകയില്ല. ഏതായാലും ഭീഷ്മ പിതാമഹര് മരിക്കണം, എപ്പോഴാണോ മരിക്കണം തോന്നുന്നത് ആ സമയത്ത് മാത്രം മരിക്കാനുള്ളതായ വരം നേടിയെടുത്തത് കൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, നല്ല സമയത്ത് മരിക്കാം. അല്ലെ? മരണം ഏതായാലും സംഭവിക്കും. അത് നല്ല സമയത്ത് മരിക്കുന്നതല്ലേ നല്ലത്? അതെ. ഏതായി നല്ല സമയം? ഉത്തരായണ കാലം. ഉത്തരായണ കാലം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ശരശയിൽ ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ചിട്ട് അങ്ങനെ അവിടെ കിടക്കുന്നത്. ആര്? ഭീഷ്മ പിതാമഹര്. എന്താ ഈ ഉത്തരായണ കാലം എന്ന് പറഞ്ഞാൽ? മകരമാസം മുതൽക്ക് മിഥുനമാസം വരെയുള്ള സൂര്യന്റെ സഞ്ചാരപഥത്തിനെയാണ് ഉത്തരായണ കാലം എന്ന് പറയാം. മകരമാസം മുതൽക്ക് മിഥുനമാസം വരെയുള്ള സൂര്യന്റെ സഞ്ചാരപഥത്തിനെയാണ് ഉത്തരായണ. സൂര്യന്റെ സഞ്ചാരപഥത്തിനെയാണ് ദക്ഷിണായനം എന്ന് പറയാം. അപ്പൊ ഇപ്പോഴേതാ കാലം? ഇപ്പോഴേതാ മാസം? മാസമൊക്കെ ഇപ്പൊ നിങ്ങൾ ചോദിക്കാനുണ്ടോന്നാണ്. മാസം ഇപ്പൊ ജനുവരി. ഇപ്പൊ ഏതാ മാസം? മകരമാസം. അപ്പൊ മകരമാസം മുതൽക്ക് മിഥുനമാസം വരെയുള്ള സൂര്യന്റെ സഞ്ചാരപഥത്തിനെയാണ് ഉത്തരായണം. അപ്പൊ ഇപ്പൊ ഏതാണ്? ഉത്തരായണ കാലാണ്. നല്ല സമയമാണ് മരിക്കാൻ. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കാണ് ഏതായാലും ഇന്ന് സപ്താഹത്തിന് വന്നത് നന്നായി അല്ലെ, നല്ല സമയമാണ് മരിക്കാൻ. ഇനിയിപ്പോ പോയിട്ട് ഇന്ന് തന്നെ രാത്രി മരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവനവൻ അറിയാതെ കണ്ടുള്ള മരണമാണ് നല്ല മരണം അല്ലെ, അറിയാതെ കണ്ടുള്ള മരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉത്തരായണ കാലത്ത് മരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഉത്തരായണ കാലം കാത്തു കഴിയുന്നതായ ഭീഷ്മ പിതാമഹൻ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഒരു കഴിവുമില്ലാതെ കണ്ട് ഇങ്ങനെ യുദ്ധകളത്തിൽ കിടക്കുകയാണോ ശരശയില്? അല്ല. ഗിരസഹസ്രണീഹി വിമുക്ത സംഘം മന ആദിപൂരുഷേ. ഒരു അസ്ത്രം എടുത്തിട്ട് എതിർഭാഗത്തെ ഉള്ള എതിരാളികൾക്ക് നേരെ അയച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് 1000 അസ്ത്രങ്ങളായിട്ട് പരിണമിച്ച് അവരെ ഇല്ലാതാക്കി തീർക്കുക. അത്രയ്ക്ക് അധികം കഴിവുള്ളതായ മഹാരഥനാണ് ഭീഷ്മ പിതാമഹന്. ഏതായാലും പാണ്ഡവന്മാരെ, പ്രത്യേകിച്ച് ധർമ്മപുത്രരെ അടുത്തിരുത്തിയിട്ട് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മ പിതാമഹര് പുറപ്പെട്ടു. ഭഗവാന്റെ 1000 നാമങ്ങള് ഉപദേശിച്ചു. ഭഗവാന്റെ 1000 നാമങ്ങള് ഏതാത്? വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭോ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന തുടങ്ങിയതായ 1000 നാമങ്ങള്. അതാണ് വിഷ്ണു സഹസ്രനാമം എന്ന പേരിൽ അറിയപ്പെട്ടത്. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത്. അങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങൾ നമ്മളൊന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ, ഓർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ ജന്മ സംസാര ബന്ധനാത്, നമ്മുടെ ജീവിതത്തിലുള്ളതായ
സകല സംസാരത്തിലുള്ള ഈ സകല ബന്ധനങ്ങളും ഇല്ലാതായിട്ട് തീരും, അതിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ്. അത്രയ്ക്കധികം പ്രാധാന്യമുണ്ട് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിന്. ആ 1000 നാമങ്ങള് ഉപദേശിച്ചു. അത് കേട്ടപ്പോ തന്നെ ധർമ്മപുത്രാദികൾക്ക്, പാണ്ഡവന്മാർക്ക് വേണ്ടതിലധികം മനസ്സമാധാനം കിട്ടി. അവര് അവിടുന്ന് തിരിച്ചെഴുന്നള്ളി. നമ്മൾ മനസ്സിലാക്കുക, മനസ്സമാധാനം ഇല്ലാത്തതായ ധർമ്മപുത്ര മഹാരാജാവിന് ഭീഷ്മപിതാമഹൻ മനസ്സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതായ ഭഗവാന്റെ 1000 നാമങ്ങൾ ഉപദേശിച്ചു. അതാണ് വിഷ്ണു സഹസ്രനാമം. അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമുക്കും ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഉപായം എന്താണ്? ഭഗവാന്റെ നാമങ്ങള് ജപിക്കുക, അത് കേൾക്കുക. ഇതുകൊണ്ട് മാത്രമേ ഈ കലിയുഗ ബാധയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കലൗ തദ് ഹരികീർത്തനാത്, കലിയുഗത്തിൽ ഭഗവത് കീർത്തന ആലാപം കൊണ്ട് മാത്രമേ ഈ കലികാല ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നാമങ്ങള് ജപിക്കുക, അത് കേൾക്കുക. പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം. അത് മാത്രമേ ജപിച്ചുകൂടുന്നൊന്നുമില്ല. വിഷ്ണു സഹസ്രനാമത്തിന് പ്രത്യേകതയുണ്ട്. അപ്പൊ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, അത് ജപിക്കുക. അതുകൊണ്ട് മാത്രമേ ഈ കലിയുഗത്തില് മനസ്സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മനസ്സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. അത് ജപിക്കാനും അത് കേൾക്കാനും പ്രയത്നിക്കണം. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനൊക്കെ ആചാര്യന്മാര്, ഗുരുനാഥന്മാര് രാവിലെ വിഷ്ണു സഹസ്രനാമ ജപം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ആ വിഷ്ണു സഹസ്രനാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. വേദവ്യാസ മഹർഷി പോലും വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചു. 5ാമത്തെ വേദം എന്നറിയപ്പെടുന്നതായ മഹാഭാരതത്തെ നിർമ്മിച്ചു. എന്നിട്ടും മനസ്സമാധാനം ഇല്ലാത്ത സമയത്ത് ശ്രീനാരദ മഹർഷി തന്റെ ആശ്രമത്തിൽ വന്നപ്പോ, ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൽ വന്നപ്പോ ചോദിച്ചു, എന്റെ മനസ്സമാധാനം, ഞാൻ ഒരുപാട് പണിയെടുത്തു, വേദങ്ങളെ 4ആയി വിഭജിച്ചു, 5ാമത്തെ വേദം അറിയുന്ന വേദം എന്നറിയപ്പെടുന്നതായ മഹാഭാരതത്തെ നിർമ്മിച്ചു, എന്നിട്ടും എനിക്ക് മനസ്സമാധാനം ഇല്ല. അങ്ങനെയുള്ള എന്റെ മനസ്സമാധാനം ഇല്ലായ്മയ്ക്ക് കാരണം എന്താണെന്ന് ശ്രീനാരദ മഹർഷിയോട് ചോദിച്ചപ്പോ ശ്രീനാരദ മഹർഷി എന്താ പറഞ്ഞത്? ന തഥാ വാസുദേവസ്യ മഹിമാഖ്യനുവർണിത, നീ ഭഗവാന്റെ കഥകൾ നന്നായിട്ട് വർണ്ണിക്കാത്തത് കൊണ്ടാണ് നിനക്ക് മനസ്സമാധാനം ഇല്ലാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ ഹൃദയത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. നമുക്ക് ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ ലീലകൾ, ഇതൊക്കെ എന്തിനാ വർണ്ണിക്കുന്നത്? ഏതെങ്കിലും രൂപത്തിലുള്ളതായ ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് അല്ലെ? എങ്ങനെയാ ഫോട്ടോ എടുക്കുക? അതിന്റെ ആ ഒരു ലെൻസിലേക്ക് ആ ഒരു രൂപത്തെ ഇങ്ങനെ ഒപ്പിയെടുക്കലാണ്. ഫ്ലാഷ് ചെയ്യുമ്പോൾ ഒപ്പിയെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മുടെ ഹൃദയമാകുന്ന ലെൻസില് ഭഗവാന്റെ രൂപത്തെ അവിടെ ഒപ്പിയെടുത്ത് അവിടെ ഉറപ്പിക്കാൻ പറ്റണം നമുക്ക്. ഇങ്ങനെ സത്സംഗത്തിൽ പോയിട്ട് ഭഗവത് കഥകൾ അങ്ങനെ കേട്ട് ആവുമ്പോ ഏതെങ്കിലും രൂപത്തിലുള്ള ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ, കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ? കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഏതായാലും ഭഗവാന്റെ നാമങ്ങള് ജപിക്കുക, അത് കേൾക്കുക, ഇതൊക്കെ കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് നമ്മളും മനസ്സിലാക്കുക. പിന്നീട് അനേകം ഉപദേശങ്ങൾ ഉപദേശിച്ചു. സ്ത്രീധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, ഇങ്ങനെയുള്ള അനേകം ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഒടുവില് ഭീഷ്മപിതാമഹര്, കാരണം തൊട്ടു മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് സ്തുതിക്കണം എന്ന് തോന്നി ഭീഷ്മപിതാമഹർക്ക്. അങ്ങനെ ഭീഷ്മപിതാമഹൻ അല്ലെ, നമ്മളിപ്പോ സ്തുതിക്കുന്നതും ഭീഷ്മപിതാമഹര് കുന്തിദേവിയൊക്കെ സ്തുതിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാ? നമ്മളിപ്പോ ഭാവനയിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇപ്പോ ഭീഷ്മപിതാമഹര് കുന്തിദേവിക്ക് എങ്ങനെയാ സ്തുതിക്കുന്നത്? തൊട്ടു മുന്നില്
സാക്ഷാൽ ഭഗവാനെ കണ്ടുകൊണ്ട്, ആ സുന്ദരമായ സ്വരൂപത്തെ കണ്ടുകൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഭീഷ്മ പിതാമഹര് ശ്രീകൃഷ്ണ ഭഗവാനെ തൊട്ട് മുന്നിൽ കണ്ടുകൊണ്ട് സ്തുതിച്ചതായ സ്തുതിയാണ് ഭീഷ്മസ്തുതി. അല്ലെ, ഒന്നാമത്തെ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായത്തിൽ 32 മുതൽക്കുള്ളതായ ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി. ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയത് ഭവപ്രവാഹ. ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ. പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളും സകല ചരാചരങ്ങളും ആരിൽ നിന്നാണോ ഉദ്ഭവിച്ചത്, ആ ഉദ്ഭവിച്ചതൊക്കെ ഉണ്ടായതൊക്കെ ആരിലേക്ക് തന്നെയാണോ പ്രവഹിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ചില സമയങ്ങളിൽ തന്റെ മായാലീലകൾ കാട്ടുവാൻ വേണ്ടിയിട്ട് സ്വയം ആവിർഭവിക്കുന്നു. ത്രിഭുവനഗമനം തമാലവർണം രവികര ഗൗരവരംബരം ദധാനേ വപുരഹകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേനവദ്യ. ത്രിഭുവനഗമനം തമാലവർണം. ത്രിഭുവനം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങള്. 3 ലോകങ്ങളിലുള്ളതായ ആൾക്കാരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായ സ്വരൂപത്തോടു കൂടിയതായ ഭഗവാൻ. അല്ലെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന. ഏറ്റവും സൗന്ദര്യമുള്ളതായ വസ്തു എന്ന് പറയുന്നത് അത് ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അങ്ങനെയുള്ള 3 ലോകത്തിലുള്ളതായ ആൾക്കാരും ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നതായ രൂപത്തോടു കൂടിയിട്ടുള്ളതായ ഭഗവാൻ എങ്ങനെ? തമാലവർണ്ണം, തവിട്ട് നിറത്തോടു കൂടിയിട്ടുള്ളതായ സ്വർണ വർണ്ണത്തോടു കൂടിയിട്ടുള്ളതായ പീതാംബരപ്പട്ട് കൊടുത്തിട്ടുള്ളതായ ഭഗവാന്റെ ആ ചന്ദന ചർച്ചിതമായ ശരീരം, താമരയുടെ ഇതളുകൾ പോലെ ഭംഗിയുള്ളതായ കണ്ണുകളോട് കൂടിയതായ ഭഗവാൻ, അർജുനന്റെ സഖാവായിട്ടുള്ളതായ ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാനിൽ സകല വിഷയവാസനകളും അകന്ന് ഞാനിതാ ശരണം പ്രാപിക്കുന്നു. രതിരസ്തുമേ അനവദ്യ. എന്റെ ഈ സകല വിഷയവാസനകളും അകന്ന് ഞാനിതാ അങ്ങനെയുള്ള ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് ആരാ സ്തുതിച്ചത്? ഭീഷ്മ പിതാമഹര് യുദ്ധക്കളത്തിൽ ശരശയിൽ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തൊട്ടു മുന്നിൽ കണ്ടുകൊണ്ട് സ്തുതിച്ചു. യുധിതുരകരജോ വിധൂമ്രവിശ്വ കജലുടിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരേർ വിഭിദ്യമാനത്വജി വിലസൽ കവചേസ്തു കൃഷ്ണ ആത്മാ യുധിതുരകരജോ വിധൂമ്രവിശ്വ. കുരുക്ഷേത്ര ഭൂമിയില് കുതിരക്കുളമ്പടികയാല് ഇളകിമറിഞ്ഞതായ ധൂളി പടലങ്ങളില് മുങ്ങിയിട്ട് ഭഗവാന്റെ ആ ഒരു ചുരുണ്ട അതിമനോഹരമായ മുടിയൊക്കെ അങ്ങനെ ചാരനിറത്തിലായിട്ട് തീർന്നു. ഭഗവാന്റെ ആ മുഖത്ത് വിയർപ്പ് കണങ്ങളാല് ആ തിരുമുഖം അങ്ങനെ നനഞ്ഞതായ സന്ദർഭം. ആ സമയത്ത് ഭീഷ്മ പിതാമഹനായ ഞാൻ എഴുതതായ ആ ഒരു ശരങ്ങള്, കൃഷ്ണൻ അനേകം രക്ഷാകവചങ്ങളൊക്കെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട്. ആ രക്ഷാകവചങ്ങളൊക്കെ ഭേദിച്ച് ഭഗവാന്റെ ആ ശരീരത്തിലെ തൊക്കില് കൂടി അങ്ങനെ തുളച്ചു കയറി എന്റെ അനേകം ശരങ്ങള്. അങ്ങനെയുള്ള ഭഗവാനെ കാണുമ്പോൾ എങ്ങനെയാണ് എനിക്ക് തോന്നിയത്? ഒരു പൂത്ത് നിൽക്കുന്നതായ മുരിക്ക് വൃക്ഷം എങ്ങനെയാണോ നിലകൊള്ളുന്നത്, ആ ഒരു ഭാവത്തില് ഭഗവാനെ കാണുമ്പോൾ എനിക്ക് തോന്നി. അതിലും അങ്ങനെയുള്ള മനോഹരമായ രൂപം കൈക്കൊണ്ടതായ ഭഗവാൻ ഇതിലെല്ലാം ആനന്ദിച്ച് ഇരുന്നരുളുന്നതായ അങ്ങനെയുള്ളതായ ആ ഒരു ഭഗവാനില് കവചേസ്തു കൃഷ്ണ ആത്മ. അങ്ങനെയുള്ള ഭഗവാനിൽ എന്റെ മനസ്സ് ഉറയ്ക്കട്ടെ എന്ന് ആ ഒരു ഭീഷ്മ പിതാമഹൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. സപതി സഖിവജോ നിശമ്യമധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ
സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ. മഹാഭാരത യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് തേരില് പിറകില് അർജുനനെയും കൂട്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ പോകുമ്പോ ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോ രഥം സ്ഥാപയമേ അച്യുത, ഹേ ഭഗവാനെ, എനിക്ക് യുദ്ധം വേണ്ട. എതിർഭാഗത്തുള്ളതായ അനേകമനേകം മഹാരഥന്മാരെ കണ്ടിട്ട് കയ്യും മുട്ടൊക്കെ കിടക്കിടക്കിടക്കിടക്കിട്ട് വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭഗവാനോട് പറഞ്ഞു, യുദ്ധം വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെയുള്ളതായ ആ ഇരു സൈന്യങ്ങൾക്കിടയിലും തന്റെ ആ ഒരു രഥത്തെ ഭഗവാൻ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് അവിടുന്ന് എന്താ ചെയ്തത്? പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. ഭഗവാൻ തന്റെ ആ ഒരു അർജുനന് എതിർഭാഗത്തുള്ള ഓരോ ആൾക്കാരെയും പരിചയപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഇത് ആ കാണുന്ന രഥത്തിൽ കയറിയിരിക്കുന്ന ആളാണ് നിന്റെ ഗുരുനാഥനായ ദ്രോണര്. ആ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ആളാണ് ശല്യര്. പിന്നെ ആനപ്പുറത്ത്, ഇങ്ങനെ ഓരോ ആൾക്കാരെയും പരിചയപ്പെടുത്തുന്നു എന്നുള്ളതായ ഭാവത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്തത്? അവരുടെ പരസൈനികായൊരു അക്ഷ്ണാഹൃതവതി, ഭഗവാൻ തന്റെ കണ്ണുകൾ കൊണ്ട് അവരുടെ ആയുസ്സിനെ ഇങ്ങനെ അപഹരിച്ച് എടുക്കുകയാണ് ചെയ്തത്. ആയുസ് നഷ്ടപ്പെട്ടതായ ഒരുവനെ പിന്നെ ഭീമസേനനും വില്ലാളി വീരനായ അർജുനന്റെ ഒന്നും ആവശ്യമില്ല. ആയുസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അങ്ങനെ പാണ്ഡവന്മാരെ ഈ ആയുസ്സിനെ അപഹരിച്ചെടുത്തിട്ട് രക്ഷിക്കുകയാണ് ഭഗവാനെ ചെയ്തത്. അങ്ങനെയുള്ളതായ അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് ആ പാർത്ഥന്റെ എതിരാളികളുടെ ആയുസ്സിനെ ഹനിച്ച അങ്ങനെയുള്ളതായ ആ ഒരു പാർത്ഥസഖേ രതിർമമാസ്തു, അങ്ങനെയുള്ളതായ ആ ഒരു ഭഗവാനിൽ എന്റെ ആ ഒരു ഹൃദയം രമിക്കുമാറാകട്ടെ എന്ന ആ ഒരു ഭീഷ്മ പിതാമഹര് അവിടുന്ന് സ്തുതിച്ചു. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ്വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യമേസ്തു. അർജുനന്റെ ആജ്ഞയാല് രഥം ഇരു സൈന്യങ്ങൾക്കിടയിലും നിർത്തിയപ്പോ എതിർഭാഗത്തുള്ളതായ അനേകമനേകം ആൾക്കാരെ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നതായ സ്വജനങ്ങളെ കണ്ടിട്ട് അജ്ഞാനം കൊണ്ട് വല്ലാതെ കണ്ട് ആകുലപ്പെട്ടതായ ആ ഒരു അർജുനന് അവിടുന്ന് ആധ്യാത്മികമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് അർജുനന്റെ ചിത്ത ചാഞ്ചല്യത്തെ മാറ്റിക്കൊണ്ട് അനുഗ്രഹിച്ചതായ ആ ഒരു ഭഗവാനിൽ, ഭഗവാന്റെ പാദത്തില് ചരണരതി പരമസ്യ തസ്യമേസ്തു, അങ്ങനെയുള്ളതായ ആ ഒരു ഭഗവാന്റെ പാദത്തിൽ എന്റെ മനസ്സ് ചേരുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്തുതിച്ചു. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാചലദ്ഗുരു ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ. ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തു. മുമ്പ് മഹാഭാരത യുദ്ധത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്ന് അർജുന മഹാശയനും കൗരവന്മാരുടെ പക്ഷത്തു നിന്ന് ദുര്യോധനനും ഭഗവാനെ ക്ഷണിക്കാൻ വേണ്ടി പോയി. ദുര്യോധനൻ വരുന്ന ദൂരത്തുനിന്ന് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ വേഗം അവിടെ കിടക്ക് ഉറങ്ങുകയാണെന്നുള്ള ഭാവത്തിൽ കിടന്നു. അപ്പോ ഈ യുദ്ധത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആദ്യം ആരെയാണ് കാണുന്നത്? അവരോട് ചോദിക്കേണ്ടത് എന്തിനാ വന്നത് എന്ന്. അപ്പോ ദുര്യോധനൻ വിചാരിച്ചു എന്നെ ആദ്യം കാണണം. അപ്പൊ എങ്ങനെയാ കാണുക? കണ്ണുകൊണ്ടാണ് കാണുക. ഈ കണ്ണ് എവിടെയുള്ളത്? തലയിലാണുള്ളത്. അപ്പോ തലയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, മുഖത്തിന്റെ ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് തലയുടെ ഭാഗത്ത് ഇരിക്കാന്ന് പറഞ്ഞ് വേഗം ഒരു പീഠമെടുത്ത് ആ ഭഗവാന്റെ ഉറങ്ങുന്നതിന്റെ ആ തലയുടെ മുകളിലായിട്ട് അവിടെ സുഖമായിട്ടിരുന്നു. അപ്പോഴാണ് അർജുനൻ വന്നത്.
അർജുനന് സംശയമൊന്നുമില്ല. ഭഗവാന്റെ ആ പാദത്തിന്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന് അങ്ങനെ സുഖമായിട്ടിരുന്നു. ഇരുന്നപ്പോഴാണ് ഭഗവാൻ കണ്ണു തുറന്നു. അർജുനെ ആദ്യം കണ്ടത്. അർജുനോട് ചോദിച്ചു, അർജുന എന്താ വന്നത്, എന്താ ആഗമന ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുനൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പുറത്ത് മറ്റേ ആള് വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുത്തപ്പോ ഭഗവാൻ വേഗം എഴുന്നേറ്റ്, അല്ല ഇതാര്, ദുര്യോധന മഹാരാജ എപ്പോഴാ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന്, മഹാഭാരത യുദ്ധത്തിന് അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ വന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ ആദ്യം ആരെയാ കണ്ടത്, അർജുനെയാ കണ്ടത്. അതുകൊണ്ട് അർജുനോട് ചോദിക്കാം. പക്ഷെ എന്റെ ഒരു പ്രതിജ്ഞയുണ്ട്, ഞാൻ ഈ മഹാഭാരത യുദ്ധത്തില് ആയുധം എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ. ഞാൻ ആയുധം എടുക്കില്ല. അങ്ങനെയുള്ള ആയുധം എടുക്കാത്തതായ ഈ കൃഷ്ണനെ വേണോ, അർജുന അല്ല അനേകം ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായ നാരായണ സൈന്യങ്ങൾ വേണോ, ഏതാ വേണ്ടത്, യുവർ ചോയ്സ് ചോദിച്ചു. അർജുനോടാ ചോദിച്ചത്. അപ്പൊ ദുര്യോധനൻ വിചാരിച്ചു, ഈ ആയുധം എടുക്കാത്ത കൃഷ്ണനെ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അനേകം ആൾക്കാരെ ഇല്ലാതാക്കാൻ പറ്റുന്നതായ നാരായണ സൈന്യങ്ങളെ കിട്ടുന്നതല്ലേ നല്ലത്. പക്ഷെ അർജുനാണ് ആദ്യം ചോദിച്ചത്. അർജുനൻ ഏതായാലും കൃഷ്ണനെ മതി എന്ന് പറഞ്ഞാൽ അടുത്തത് എനിക്ക് കിട്ടും നാരായണ സൈന്യങ്ങളെ. ഏതായാലും അങ്ങനെ അർജുനൻ നാരായണ സൈന്യങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണനെ മതി എന്ന് പറയണേ എന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന്. അപ്പോഴാണ് അർജുനൻ പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ മതി. ഏതായാലും ദുര്യോധന സന്തോഷായി. അങ്ങനെ കൃഷ്ണനെ അല്ലെ, നമ്മളിപ്പോ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നു, ചോദിച്ചു അല്ലെ, നിന്റെ കൂടെ ഞാനും നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കും, ഭജിക്കും ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ വീട്ടില് നമുക്ക് തന്നെ ഇപ്പൊ വലിയ ചെലവാണ്, കുറെ ആൾക്കാർ ഉണ്ട്. ഇനിയിപ്പോ ഭഗവാനും കൂടി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ എവിടെ ഇരുന്നാൽ മതി അല്ലെ. ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്റെ വീട്ടിലേക്ക് കൂടെ വരാമോ എന്നൊക്കെ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് മാത്രം, അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വരുമൊന്നും വേണ്ടെന്നാണ് നമ്മുടെ ഭാവം. അതേപോലെ കൃഷ്ണനെ മതി എന്ന് പറഞ്ഞതായ അർജുനന്റെ അവസ്ഥ ആലോചിച്ചു നോക്കാം നമ്മള്. ആയുധം എടുക്കാത്തതായ കൃഷ്ണനെ സ്വീകരിച്ചതായ അർജുനൻ എന്തായി, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് വില്ലാളി വീരനായിട്ട്, വിജയനായിട്ട്, വിജയ സഖാവായിട്ട് ഒക്കെ അല്ലെ, ആ വലിയൊരു വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? കൃഷ്ണനെ കൂട്ടുപിടിച്ചതുകൊണ്ട്, ഭഗവാനെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ്. ഭഗവാനെ കൂട്ടുപിടിക്കാതെ കണ്ട് നാരായണ സൈന്യങ്ങളെ കൂട്ടുപിടിച്ചതായ ദുര്യോധനന്റെ അവസ്ഥ എന്തായിട്ട് തോന്നുന്നു? എല്ലാം നഷ്ടപ്പെട്ട് അവസാനം യുദ്ധക്കളത്തില് തൊടയല് പോലും അല്ലെ, തൊടയല് പോലും പൊളിഞ്ഞ് കുറുക്കനും നരിയും കൊത്തിവലിക്കുന്നതായ രൂപത്തില് യുദ്ധക്കളത്തിൽ അങ്ങനെ കിടക്കേണ്ടി വന്നു. എന്തായി, നാരായണ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുക എന്നർത്ഥം. കൃഷ്ണനെ കൂട്ടുപിടിക്കാതെ കണ്ട്, ഭഗവാനെ ആശ്രയിക്കാതെ കണ്ട് ലൗകികമായ ജീവിതത്തിൽ നമ്മളൊക്കെ ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ലൗകികമായ പല വസ്തുക്കളും നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന്റെ പിറകിൽ ഇങ്ങനെ കൃഷ്ണനെ ആശ്രയിക്കാതെ കണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയായിട്ട് തീരുക? ദുര്യോധനനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ ശരീരം പോലും ഇല്ലാതായിട്ട് തീരും എന്ന് മനസ്സിലാക്കുക. നമുക്ക് എവിടെയും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പകരം എന്താ വേണ്ടത്? കൃഷ്ണനെ ആശ്രയിക്കുക, ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ കൂട്ടുപിടിക്കുക. ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടുകൊണ്ട്, ഹൃദയത്തില് ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടു ഭഗവാനെ അങ്ങനെ ആശ്രയിച്ച് ജീവിതത്തിൽ ഉടനീളം അങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജീവിതം നയിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും അങ്ങനെ സ്വന്തം ഒരു പ്രതിജ്ഞ ചെയ്തു. എന്താണ്? ആയുധം എടുക്കില്ല ഞാൻ യുദ്ധത്തിൽ എന്ന്. അത് കേട്ടപ്പോ ഭീഷ്മ പിതാമഹർ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, നിന്നെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും എന്ന് ഭീഷ്മരും ഒരു പ്രതിജ്ഞ ചെയ്തു. അങ്ങനെയുള്ള ഞാൻ മഹാഭാരത യുദ്ധത്തില്, ആ മഹാഭാരത യുദ്ധം എരിപിരി കൊണ്ടതായ സമയത്ത് ഒരു അസ്ത്രം അങ്ങനെ തൊടുത്തു വിട്ടപ്പോ അർജുനന്റെ ആ ഒരു ശിരസ്, കിരീടം തെറിച്ചുപോയി. അടുത്ത അസ്ത്രം അങ്ങനെ എഴുതപ്പോഴാണ് ആ അർജുനന്റെ ശിരസ് ഇപ്പോ ഇല്ലാതാവും എന്ന് കണ്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ആ തേര് ഒന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് രഥചക്രങ്ങൾ താഴ്ത്തിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? തന്റെ ഭക്തന്റെ സത്യത്തെ നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. തന്റെ പ്രതിജ്ഞ ഇനി ഇല്ലാതായാലും കുഴപ്പമില്ല,
തന്റെ ഭക്തന്റെ പ്രതിജ്ഞ നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞതായ ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധത്തില് ആയുധം എടുക്കേണ്ടി വന്നു. അവിടുന്ന് ഭീഷ്മരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ തേർത്തട്ടിൽ നിന്ന് രഥചക്രവും എടുത്തിട്ട് താഴേക്ക് പതിച്ചപ്പോ തന്റെ ഉത്തരീയം പോലും താഴേക്ക് പതിച്ചത് പോലും അറിയാതെ കണ്ട്. ഏതുപോലെയാ താഴേക്ക് പതിച്ചത്? ഹരിമിവ ഹന്തുമിഭം ഗതോത്തരീയ. ഒരു ആനയുടെ മസ്തകത്തിലേക്ക്, ആനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആനയുടെ മസ്തകത്തിലേക്ക് ചാടിയെടുത്തതായ ഒരു സിംഹത്തെ പോലെ തോന്നി ആ ഭീഷ്മപിതാമഹർക്ക്. ഭഗവാന്റെ ആ രഥത്തിൽ നിന്ന് താഴേക്ക് രഥചക്രവും എടുത്തിട്ട് ഭീഷ്മപിതാമഹനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ചാടിയതായ സമയത്ത് ഉത്തരീയം പോലും താഴേക്ക് പതിച്ചതറിയാതെ കണ്ടുള്ളതായ ആ ഒരു ഭഗവാന്റെ ഭാവത്തെ കണ്ടപ്പോ ഭീഷ്മപിതാമഹർക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെയുള്ളതായ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ഭാവത്തെ, ഒരു രൂപത്തെയെങ്കിലും എന്റെ മനസ്സിലിതാ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശിതവിശിഖാതോ വിശീർണതം ഷക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വഥാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതം മുകുന്ദ. എന്റെ കൂർത്തുമൂർത്തതായ ശരങ്ങള് ഭഗവാന്റെ ആ ഒരു രക്ഷാകവചങ്ങളൊക്കെ കീറിമുറിച്ച് ആ ശരീരത്തെ മുറിവേൽപ്പിച്ച് ചോരയൊഴുക്കി രക്തമൊക്കെ ഒഴുക്കി അതിൽ നിന്ന് ഉണ്ടായതായ ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് എന്നെ ഇല്ലാതാക്കാനായി ഓടിയെടുത്തതായ ആ ഒരു മുകുന്ദൻ, ഗതം മുകുന്ദ. മുകുന്ദൻ എന്ന് പറഞ്ഞാലോ മുക്തിം ദദാതി ഇത് മുകുന്ദ. സകല ആൾക്കാരെയും തന്നെ ഏത് ഭാവത്തിലായാലും ഏത് രൂപത്തിലായാലും ആശ്രയിച്ചതായ സകല ആൾക്കാർക്കും മുക്തി പ്രദാനം ചെയ്തതായ അങ്ങനെയുള്ള എന്റെ ആ ഒരു മുകുന്ദൻ എന്റെ പരമഗതിക്കായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആ ഭീഷ്മ പിതാമഹര്. ലളിതഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഹ പ്രകൃതിമകൻ കില യസ്യ ഗോപവത്വ. ചമ്മട്ടിയും കടിഞ്ഞാണും പിടിച്ച് അർജുനനെ സകല വിധത്തിലും രക്ഷിച്ചുകൊണ്ട് പോർക്കളത്തില് രഥത്തിൽ നിൽക്കുന്നതായ ആ ഒരു ഭഗവാൻ എന്റെ ചരമഗതിക്കായിട്ട് ഇതാ ആയിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനേകമനേകം ഗോപസ്ത്രീകള് പല രൂപത്തില് പല ഭാവത്തില് ഭഗവാന്റെ ഓരോ ലീലകളെയും അനുസ്മരിച്ചുകൊണ്ട് അവര് പല തരത്തില് വേഷം കെട്ടിയിട്ട് ആടി തിമിർത്തു. ഭഗവാന്റെ ഓരോ ചലനഗതിയെയും ഭഗവാന്റെ ഓരോ ലീലകളെയും അവരെ അനുകരിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ഭഗവാനിലേക്ക്, ആ ഒരു ഭാവത്തില് ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതേപോലെ ഈ പറഞ്ഞതായ അനേകം യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഉള്ള ഭഗവാന്റെ ഓരോ രൂപത്തെ ഇതാ ഞാനിപ്പോ മനസ്സിൽ കണ്ടു. അങ്ങനെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ളതായ ഭഗവാന്റെ രൂപത്തെ എന്റെ ഹൃദയത്തിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെയുള്ള ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ളതായ ഭഗവാന്റെ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ കണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചിട്ട് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്കും സാധിക്കട്ടെ. മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം ഹരിഹണമുപഭേദൈക്ഷണീയോ മമ ഋഷിഗോചര ഏഷ ആവിരാത്മാ. മുമ്പ് ധർമ്മപുത്ര മഹാരാജാവ് രാജസൂയ മഹായാഗം നടത്തിയതായ സന്ദർഭത്തിൽ അനേകം നാനാദിക്കുകളിൽ നിന്ന് അവിടത്തേക്ക് എത്തിച്ചേർന്നതായ അനേകം ഋഷീശ്വരന്മാര്, രാജാക്കന്മാര് എല്ലാവരും ഈ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ധർമ്മപുത്ര മഹാരാജാവിന്റെ രാജസൂയ മഹായാഗത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനത്തിരുത്തി കാല് കഴുകിച്ച് പൂജിച്ചത്. അങ്ങനെയുള്ളതായ ആ ഒരു ഭഗവാനിൽ എന്റെ മനസ്സിതാ ഉറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തമിമഹമജം ശരീരഭാജം ഹൃദി ധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. തമിമഹമജം ശരീരഭാജം ഹൃദി ധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ഹേ ഭഗവാനെ, ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നതായ ഈ അജനായിട്ടുള്ളതായ ശ്രീകൃഷ്ണ ഭഗവാൻ
ഭഗവാനെ എനിക്ക് നന്നായിട്ട് ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട്, ധ്യാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം സകല ഭേദ ചിന്തയും അകന്ന് ഞാൻ ആ ഭഗവാനെ, ആ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എനിക്ക്